നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് എങ്ങനെ, അതിന് പിന്നിലുള്ള കാരണങ്ങളും പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ഈ ആൻസൈറ്റിയെ നമുക്ക് നിയന്ത്രിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയുന്നതാണ്. സാധാരണയായിട്ട് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പൊതുവെ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ശാരീരികവും മാനസികവും വൈകാരികവും ചിന്തകളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. സാധാരണയായിട്ട് നമുക്കൊരു ശാരീരിക അസുഖം വരുമ്പോൾ ശരീരത്തെ മാത്രമായിരിക്കും ബാധിക്കുക. എന്നാൽ പാനിക് അറ്റാക്ക് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ വികാരങ്ങളെയും ബാധിച്ച് അവസാനം വലിയൊരു പേടിയുണ്ടാക്കുന്ന തരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ടാണ് പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെക്കാൾ വളരെയധികം പേടിക്കുന്നത്. സോ എന്താണ് പാനിക് അറ്റാക്ക്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകുന്നതിന് ഫലമായിട്ട് ശരീരത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് അയാൾക്ക് ശ്വാസം കിട്ടാതെ പറ്റാത്തൊരു അവസ്ഥ വരികയും നെഞ്ചിൻ്റെ മിടിപ്പ് കൂടുകയും അമിതമായിട്ടുള്ള വിയർപ്പ് ഉണ്ടാവുകയും നെഞ്ചിൽ വേദനകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ടെൻഷൻസ് അടിക്കും. എന്നാൽ ഈ പാനിക് അറ്റാക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളോ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് TROP-T, TMT, എക്കോ, ECG ഇവയെല്ലാം എടുത്തു നോക്കിയിട്ടും ഇതിലെവിടെയും യാതൊരു പ്രോബ്ലംസും കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ട് വന്നതല്ല, മറിച്ച് പാനിക് അറ്റാക്ക് അഥവാ അമിതമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. സോ പാനിക് അറ്റാക്ക് വരുമ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളാണ് പൊതുവെ ശാരീരികമായിട്ട് എല്ലാവർക്കും കാണുന്നത്. ഇനി ചിന്തകളിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനൊരു അസുഖം വരുമ്പോൾ ഞാനിപ്പോൾ മരണപ്പെട്ടു പോകും, ഇനി എനിക്ക് മുന്നോട്ടധികം സമയമില്ല, എൻ്റെ ജീവിതം എണ്ണപ്പെട്ടു എന്ന ചിന്തകൾ കൂടി വരുന്നതിൻ്റെ ഫലമായിട്ട് അവർ മരിക്കുമെന്നൊരു ഭയം ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടർമാരെ കണ്ട് വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ എല്ലാം എടുത്തു നോക്കുകയും, എന്നാൽ ഈ ടെസ്റ്റുകളിലെല്ലാം യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും സ്വസ്ഥതയും സമാധാനവും അവിടെ ലഭിക്കില്ല. ഇമോഷണലി അഥവാ നമ്മുടെ വികാരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യം കൂടുകയും സാഡ്നെസ് കൂടുകയും അതിനൊപ്പം തന്നെ ആളുകളുമായിട്ട് ഇടപഴകുന്ന ഏരിയയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കൂടുതൽ സമയം ഉൾവെലിഞ്ഞ് ഇനി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. എന്നാൽ ചില ആളുകൾ ഇത് മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ പോലും അവർ തമാശ രൂപത്തിലായിരിക്കും എപ്പോഴും എടുക്കുക. ഇങ്ങനൊരു പ്രശ്നമൊന്നുമില്ല, എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം നോർമലായിട്ടല്ലേ കാണുന്നത്, പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നാണ് എല്ലാ ആളുകളും പറയുക. പക്ഷേ അത് അനുഭവിക്കുന്ന ആളുകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. ഇനി മാനസികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ടെൻഷൻ കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സ് കൂടുകയും ചിലപ്പോൾ നിരാശ വരെ പല ആളുകൾക്കും സംഭവിക്കാറുണ്ട്. അതുമാത്രമല്ല, വീണ്ടും വീണ്ടും ഇത് വരുമോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ടായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പൊതുവെ പാനിക് അറ്റാക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. സോ പാനിക് അറ്റാക്ക് വന്ന ആളുകളോട് ചോദിച്ചാൽ മതി അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ അതിനുശേഷം ഇത് വരുമോ എന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ എൻ്റെ ദിവസവും കൺസൾട്ടേഷൻ സമയത്ത് കാണുന്നതാണ്. എന്നാൽ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാനും ട്രീറ്റ് ചെയ്ത് തന്നെ നമുക്കിതിനെ കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് വന്നതാണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഫിസിഷ്യനെയോ കാർഡിയോളജിസ്റ്റിനെ കണ്ട് എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി എന്നിട്ട് അവർ പറയാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ട് യാതൊരു കുഴപ്പവുമില്ല, മനസ്സിൻ്റെ കുഴപ്പമാണ്, ടെൻഷൻ കൊണ്ട് വന്നതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളൊരു മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവർ നൽകുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ചിന്തകളാണ് പലപ്പോഴും ഇതിലേക്ക് നയിക്കുന്നത്. അതായത് മരണഭയം, അല്ലെങ്കിൽ നാളെ വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ട്, ഇനി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെങ്ങാനും വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിജീവിക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് പലപ്പോഴും ടെൻഷൻ അടിച്ച് പോകുന്നത്.
ഈ ടെൻഷനുകൾ നമുക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ടു കഴിഞ്ഞാൽ അവർ CBT പോലെയുള്ള ബിഹേവിയർ തെറാപ്പികളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഡിഫറെൻറ്റ് തെറാപ്പികളും നിങ്ങൾക്ക് നൽകും. ഈ തെറാപ്പികൾ കൃത്യമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ 85% മുതൽ 90% വരെ ഇവയെ നമുക്ക് സുഖമായിട്ട് നിയന്ത്രിക്കാനും സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാനും കഴിയുന്നതാണ്. സോ പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുത്ത് അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുന്ന ഈ കാര്യങ്ങളൊക്കെല്ലാം എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ മനസ്സിലാക്കണമെന്നില്ല. സാധാരണ ആളുകളോട് കണ്ടു കഴിഞ്ഞാൽ അവരിതൊന്നും പ്രോബ്ലം ഇല്ലെന്നായിരിക്കും പറയുക. കാരണം അനുഭവിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം ഇത് വെറും ഒരു തമാശയായിട്ടായിരിക്കും എപ്പോഴും എടുക്കുക. ഇനി പാനിക് അറ്റാക്ക് എപ്പോഴൊക്കെ വരാമെന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് പലപ്പോഴും വരാറ്. കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ വളരെ സുഖമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പാനിക് അറ്റാക്ക് ഉള്ള സമയത്ത് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരികയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടികൾ, ഇപ്പം മരിച്ചു പോകുന്ന ചോദനകളൊക്കെ വരുമ്പോൾ നിങ്ങളങ്ങനെ വളരെയധികം അസ്വസ്ഥതകൾ കാണിക്കും. അങ്ങനെ അസ്വസ്ഥതകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് ഇതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകളാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന ഒരു എക്സസൈസ് എത്രയും പെട്ടെന്ന് ചെയ്ത് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇയർ മസാജ് തെറാപ്പികളുണ്ട്. ഒപ്പം തന്നെ ഷവർ ബാത്ത്, അതായത് നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പോയിന്ന് കുളിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ഷവറിൽ കുളിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാനിക് അറ്റാക്കിനെ കൺട്രോൾ ചെയ്യാനും സ്ട്രെസ് ഒരുപാട് പോകുന്നത് നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഖം കഴുകുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ തണുത്ത വെള്ളം കൂടി ചെല്ലുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൃത്യമായിട്ടും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. ഇതുകൂടാതെ മസ്കുലർ റിലാക്സേഷൻ എക്സസൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ എക്സസൈസുകളും ഗ്രൗണ്ടിങ് എക്സസൈസുകളൊക്കെ എല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഇതോടൊപ്പം തന്നെ പ്രൊഫഷണൽസിനെ കണ്ട്, എസ്പെഷ്യലി മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പികൾ, ഒരുപാട് തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പികൾ അവൈലബിൾ ആണ്, CBT മാത്രമല്ല. സോ അതിന് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെ കണ്ട് അവർ പറയുന്ന രീതിയിലുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഭാവിയിൽ ഇത് വരുമോ എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിയന്ത്രിക്കുവാനും, അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോയി കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കും. അങ്ങനെ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താ തോന്നുക, എൻ്റെ പ്രോബ്ലംസുകൾ മാറി തുടങ്ങി, ഇനി എനിക്ക് തന്നെ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള സിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പൊതുവെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രശ്നം കണ്ടുവരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചികിത്സകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിന് പേടിച്ച് നിങ്ങളുടെ ഓരോ ജീവിതം സന്തോഷം ഇല്ലാതാക്കി മാറ്റണം. ചികിത്സകളെടുത്ത് കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രൊഫഷണൽസിനെയും കണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൂടി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ വളരെ പെട്ടെന്ന് അതിജീവിക്കാനായിട്ട് കഴിയൂ എന്നതും കൂടി ഓർക്കുക. താങ്ക് യു.